ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ, സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടുത ജീവിതം ചെയ്യുന്ന, സ്വന്തമായി കണ്ടുത ജീവിതം ചെയ്യുന്ന ഭക്തരിൽ വിശ്വാസം ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? മൂന്നു യാമങ്ങൾ പന്തിരയിൽ മുങ്ങുമാറായി വലയുകിലും, മൂന്നു യാമങ്ങൾ പന്തിരയിൽ മുങ്ങുമാറായി വലയുകിലും, മുറ്റുംകാടലിന്മീതെ നാലായാമത്തിൽ, മുറ്റുംകാടലിന്മീതെ നാലായാമത്തിൽ ഉറ്റ സഖിയാവൻ വന്നിടും തീർച്ചയ, ഉറ്റ സഖിയാവൻ വന്നിടും തീർച്ചയ. ഭക്തരിൽ വിശ്വാസം ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതസമയത്ത് ദൈവവചനമായിട്ട് വീണ്ടും നിങ്ങളെ സമീപിപ്പാൻ ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തെ അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നാലാം യാമത്തിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ്. 4 യാമങ്ങളാണുള്ളത്. വൈകിട്ട് 6 മുതൽ 9 വരെ ഒന്നാം യാമം, 9 മുതൽ 12 വരെ രണ്ടാം യാമം, 12 മുതൽ 3 വരെ മൂന്നാം യാമം, 3 മുതൽ 6 വരെ നാലാം യാമം. ഇത് റോമൻ പടയാളികൾ രാത്രിയിൽ ഗാർഡ് ചെയ്യുമ്പോൾ ഓരോ 3 മണിക്കൂർ കഴിയുമ്പോഴും ഗാർഡിനെ മാറ്റി പുതിയ ആളിനെ നിയമിക്കുക പതിവാണ്. അങ്ങനെയാണ് 4 യാമങ്ങളായി വേർതിരിച്ചിരിക്കുന്നത്. തിരുവെഴുത്തിൽ പലയിടങ്ങളിൽ ഈ 4 യാമത്തിൽ ചില വിഷയങ്ങൾ നടന്നതായിട്ട് കാണാൻ സാധിക്കും. യാക്കോബ് 4 യാമത്തിൽ ദൂതനോട് മൽപ്പിടുത്തം നടത്തുന്നതായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. ദൂതൻ യാക്കോബിനോട് പറയുന്നത്, ഉഷസ് ഉദിക്കുന്നു, എന്നെ വിടുക എന്ന് പറയുന്നു. സോദോമിൽ ലോത്തിൻ്റെ ഭവനത്തിൽ എത്തിയ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി അവിടെ നിന്ന് രക്ഷിച്ചെടുത്തത് കാണാം. അവിടെയും 4 യാമത്തിൽ ഉഷസായപ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോശ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടന്ന് അക്കരെ എത്തിയ ശേഷം പ്രഭാത യാമത്തിൽ, അതായത് 4 യാമത്തിൽ യഹോവ മിസ്രൈം സൈന്യത്തെ നോക്കി അവരെ താറുമാറാക്കി. 4 യാമത്തിൽ സൈന്യത്തെ മുഴുവനും ചെങ്കടലിൽ മുക്കി കളഞ്ഞു. യേശുവും പത്രോസും രാത്രിയിലെ 4 യാമത്തിൽ വെള്ളത്തിന്മേൽ നടന്ന് എന്ന് മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 25 വാക്യത്തിൽ പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം 4 യാമത്തിൽ നടക്കുന്നു. പത്രോസ് യേശുവിനെ നോക്കി 4 യാമത്തിൽ വെള്ളത്തിലൂടെ നടന്നു. യേശുവിനെ സമീപിക്കും തോറും പത്രോസിൻ്റെ നോട്ടം യേശുവിൽ നിന്നും മാറി കടലിലേക്ക് പോയാൽ ശ്രദ്ധിച്ചപ്പോൾ പത്രോസ് വെള്ളത്തിൽ മുങ്ങുവാൻ തുടങ്ങി. ഈ 4 യാമത്തിൽ യേശു തൻ്റെ കരത്തെ പിടിച്ച് രക്ഷിച്ചു. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതയാത്രയിൽ ഇതുപോലെ അനേക വിഷയങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. എന്നാൽ രക്ഷിപ്പാൻ ശക്തനായ ദൈവം ആണ് നമ്മുടെ ദൈവം. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. തൻ്റെ ജനത്തിൻ്റെ ഏത് പ്രയാസഘട്ടമായാലും ഏത് യാമത്തിലായാലും ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എബ്രായ യൗവനക്കാരെ തീയിൽ നിന്ന് രക്ഷിച്ചു. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ചു. പത്രോസ്, പൗലോസ്, യോഹന്നാൻ മുതലായവരെ, യേശുവിൻ്റെ ശിഷ്യന്മാരെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ചു. കപ്പൽ അപകടത്തിൽ നിന്ന്, തിളച്ച എണ്ണയിൽ നിന്നൊക്കെയും വിടുവിച്ച ദൈവം നിങ്ങളുടെയും ഏത് പ്രശ്നങ്ങളായാലും ദൈവസന്നിധി നിഷ്കളങ്കനും പരമാർത്ഥിയുമാണെങ്കിൽ ദൈവം യാമങ്ങൾ നോക്കാതെ ഇറങ്ങി വന്ന് വിടുവിക്കും. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളാകട്ടെ, തലമുറകളുടെ വിഷയങ്ങളാകട്ടെ, സാമ്പത്തിക വിഷയങ്ങളാകട്ടെ, ശാരീരിക വിഷയങ്ങളാകട്ടെ, നിങ്ങൾ ഏത് യാമത്തിൽ ദൈവത്തോട് നിലവിളിച്ചാലും ഉറങ്ങാത്തവനും മയങ്ങാത്തവനുമായ നമ്മുടെ കർത്താവ് തക്ക സമയത്ത് നിലവിളിയെയും അഭയാചനകളെയും കേട്ട് ഇറങ്ങി വന്ന് വിടുവിക്കും. സൂര്യൻ പ്രകാശം പരത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടിയിരിക്കും. പ്രത്യേകിച്ച് 4 യാമത്തിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഉടൻ മറുപടി ലഭിക്കും. ഇത് അനുഭവിച്ചറിഞ്ഞതിനാലാണ് ഉറപ്പായി പറയുന്നത്. 4 യാമത്തിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന സ്വർഗീയ പിതാവ് സ്വർഗത്തിലുണ്ട്. ഏത് വിഷയവും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക, ദൈവം ഇറങ്ങി വന്ന് വിടുവിക്കും. ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ.
ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളായാലും നമ്മളെ കൈവിടാത്തവനായ ഒരു ദൈവം, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്ന് നമ്മളെ വിടുവിക്കുന്നതിനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. അതായത് ഹാഗാർ അവളുടെ പ്രശ്നമായിട്ട് മരുഭൂമിയിലായിരുന്നപ്പോൾ അവളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ദൈവം അവിടെ ഇറങ്ങിച്ചെന്നായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കല്ലറയിൽ കരഞ്ഞുകൊണ്ടിരുന്ന മറിയ, അവളുടെ പ്രശ്നങ്ങൾ കർത്താവിനെ കാണുന്നില്ല എന്നുള്ള പ്രശ്നമായിരുന്നു. നല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കർത്താവ് സമീപിച്ച് അവളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിക്കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. ഇന്ന് ആ സമയത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന്, ഏത് യാമം നോക്കാതെ ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുന്ന സർവ്വവല്ലഭനായ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവനിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നോക്കണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കട്ടെ. നിരാശപ്പെടരുത്, പരിഭവപ്പെടരുത്. ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുക. അവൻ നമ്മുടെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനും ആയിരിക്കുന്നതിനാൽ ഏത് വിഷയങ്ങളും ദൈവത്തോട് തുറന്നു പറയുവാൻ നോക്കണം. കർത്താവ് നമ്മുടെ ജീവിതം സഹായിക്കട്ടെ. ഏത് 4-ാം യാമത്തിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്നവനെ ദൈവം നിങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്ന് സഹായിക്കും. വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരമരുളുമെന്ന് കർത്താവ് അഭ്യർത്ഥിച്ച് പറഞ്ഞിട്ടുണ്ട്. ആയാൽ ആ ദൈവസന്നിധിയിൽ നിങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.